അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലെ കാർഡിനൽ യൂട്ടിലിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി? അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ പറയുന്നത് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്. യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി ആയിട്ട് പറഞ്ഞത്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അസംഷൻസ് പറഞ്ഞു, ഒരു ലോ പറഞ്ഞു, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അതൊരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ വെച്ചിട്ടുള്ള ഒരു ലോ ആണ്. നമ്മൾ ഒരു സെയിം കമോഡിറ്റി, ഹോമോജനസ് ആയിട്ടുള്ള സെയിം കമോഡിറ്റി പിന്നെയും പിന്നെയും കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി, അതായത് അഡീഷണൽ യൂട്ടിലിറ്റി, ഓരോ അഡീഷണൽ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോഴും കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു തിയറിയാണ് ഇതാണ് നമ്മൾ ഒരു ആപ്പിൾ വെച്ചിട്ട് അത് കാണിച്ചത്. ഓരോ ആപ്പിൾ കൺസ്യൂം ചെയ്യും തോറും അതിൽ നിന്ന് കിട്ടുന്ന എം യു മീൻസ് അഡീഷണൽ. ഇപ്പൊ ഈ ഒരു ആപ്പിൾ കഴിച്ചു, പിന്നെ ഒരു ആപ്പിളും കൂടെ അഡീഷണൽ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി എത്രയാണോ അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ ആപ്പിൾ കഴിക്കും തോറും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ദ കേസ് ഓഫ് ഹോമോജിനസ് കമോഡിറ്റീസ്. ഹെട്രോജിനസ് ആണെങ്കിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ഈ എവിടെ ആപ്പിളിന് പോലെ ഒരു ബിരിയാണിയാണ് കൊടുക്കുന്നതെങ്കിൽ കേസ് വിൽ ബി ഡിഫറെന്റ്. അപ്പോൾ അതാണ് നമ്മൾ ലോ ഓഫ് ഈക്വോ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ടി യു മാക്സിമം ആവുമ്പോൾ എം യു സീറോയിലേക്ക് എത്തുകയാണ്. അപ്പൊ അതാണ് നമ്മൾ സാറ്റിയേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടി യു ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ടി യു ടോട്ടൽ യൂട്ടിലിറ്റി ആണ് കൂടിക്കൊണ്ടേയിരിക്കുന്നത്, പക്ഷെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ഈവൻ ടച്ച് ദി നെഗറ്റീവ്. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ ടാക്സേഷന്റെ കാര്യത്തിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരെണ്ണമാണ് ലോ ഓഫ് ഈക്വോ മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ ഇതും അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അതുകൂടെ നമുക്ക് എടുക്കാം. അപ്പോ നമ്മള് ഇപ്പൊ പറഞ്ഞത് ഒരു കമോഡിറ്റിയുടെ കേസാണ്. ഒരു കമോഡിറ്റിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ അതിൽ നിന്നുള്ള എം യു കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ നമ്മൾ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരു കമോഡിറ്റി അല്ല കൺസ്യൂം ചെയ്യുന്നത്, നമ്മൾ ഒന്നിലധികം കമോഡിറ്റികൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കൺസ്യൂമർ എങ്ങനെയാണ് സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതിന്റെ ഒരു ഡിസിഷൻ. ഇപ്പോ ആപ്പിളും ഓറഞ്ചും വാങ്ങിക്കുകയാണ് ഒരാൾ, എത്ര ആപ്പിൾ വാങ്ങിക്കണം, എത്ര ഓറഞ്ച് വാങ്ങിക്കണം എന്ന് ഇയാൾ എങ്ങനെയാണ് തീരുമാനിക്കുക? അപ്പോ ആ ഒരു തീരുമാനം എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് നമ്മൾ ഇവിടെ ലോ ഓഫ് ഈക്വോ മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഇൻകം he will distribute in such a way that he gets a maximum satisfaction from both the commodity. ഇപ്പൊ രണ്ട് കമോഡിറ്റി ആണ് ഒരു കൺസ്യൂമർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ ഇൻകം അയാൾ എങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? Satisfaction that he derived from the consumption of these two commodities should be equal. രണ്ട് കമോഡിറ്റിയും കൺസ്യൂം ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അപ്പോൾ ഓറഞ്ചും ആപ്പിളും കൺസ്യൂം ചെയ്യുമ്പോൾ ഈ രണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടണം? അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അപ്പൊ ഈ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ സ്പെൻഡ് ചെയ്യുന്ന മണിയിൽ നിന്ന് അയാള് ലാസ്റ്റ് റുപ്പീ സ്പെൻഡ് ചെയ്യുമ്പോൾ the utility that he gets from the last unit of money that he spent must be equal. അതായത് ഒരു 20 രൂപ രണ്ട് കമോഡിറ്റിക്ക് അയാളുടെ കയ്യിൽ ആകെ 100 രൂപയേ ഉള്ളൂ. അപ്പൊ ഈ 100 രൂപ വെച്ചിട്ട് അയാള് ആപ്പിളും ഓറഞ്ചും വാങ്ങിക്കുകയാണ്. ഈ ആപ്പിളും ഓറഞ്ചും വാങ്ങിക്കുമ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ഈ രണ്ട് സാധനവും വാങ്ങിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി അത് ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നല്ല വൃത്തിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇവിടെ കൺസ്യൂമറിന് നമ്മൾ അസ്യൂം ചെയ്യാണ് കൺസ്യൂമർ ഹാസ് എ മണി ഇൻകം ഓഫ് 24 റുപ്പീസ്. 24 രൂപയാണ് കൺസ്യൂമറിന്റെ ഇൻകം എത്രയാണ്? 24 രൂപ. ആൻഡ്
എക്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 2 രൂപയും വൈയുടെ പ്രൈസ് 3 രൂപയുമാണ്. അതായത് എക്സ് എന്ന കമ്മോഡിറ്റിയുടെ വില 2 രൂപയും വൈ എന്ന കമ്മോഡിറ്റിയുടെ വില 3 രൂപയുമാണ്. അപ്പൊ ഇവിടെ എക്സ് അയാൾ എത്ര വാങ്ങിക്കും, വൈ അയാൾ എത്ര വാങ്ങിക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഈക്വേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി, ഇവിടെ ഇതൊന്ന് ആദ്യം ഇത് നോക്കുക. എം യു എക്സും എം യു വൈയും തന്നിട്ടുണ്ട്. അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സും തന്നിട്ടുണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈയും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ 20 കിട്ടുന്നുണ്ട്, വൈയുടെ കാര്യത്തിൽ 24, പിന്നെ രണ്ടാമത്തെ ആകുമ്പോൾ കുറഞ്ഞു വരികയാണ്, 18ആയി, 21ആയി, അങ്ങനെ ഇത് കുറയാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ 2 കമോഡിറ്റികളുടെയും എം യു ഈക്വൽ ആകുന്നത് വരെ അയാൾ കൺസ്യൂം ചെയ്യും. അതായത് എക്സിൽ നിന്നുള്ള മാർജിനൽ യൂട്ടിലിറ്റിയും വൈയിൽ നിന്നുള്ള മാർജിനൽ യൂട്ടിലിറ്റിയും ഈക്വൽ ആവുന്ന ഒരു പോയിന്റിൽ അയാൾ നിർത്തും. അപ്പൊ ഇവിടെ നമുക്ക് ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് ഉണ്ടോ? ഉണ്ട് അല്ലെ? 18 ഈക്വൽ ആവുന്നുണ്ട്. അപ്പൊ ഈ 18 അയാൾ എക്സ് 2 യൂണിറ്റും വാങ്ങിക്കുന്നുണ്ട്, വൈ 3 യൂണിറ്റും വാങ്ങിക്കുന്നുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എക്സ് അപ്പോ സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇവിടെ ഈക്വേറ്റ് ചെയ്തത് എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സിനെയും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈനെയും നമ്മൾ ഈക്വേറ്റ് ചെയ്തു. അപ്പോ ഇത്രയായിരിക്കും ഇയാൾ വാങ്ങിക്കുകയാണ് നമ്മൾ അങ്ങ് വിചാരിക്കുകയാണ്. അപ്പൊ ഇവിടെ എക്സ് എത്ര വാങ്ങിച്ചു? 2 യൂണിറ്റ് ആണ് വാങ്ങിച്ചത്. 2 എക്സും വാങ്ങിച്ചു, 3 വൈയും വാങ്ങിച്ചു. അപ്പൊ ഇവിടെ ഇയാളുടെ ഇൻകം എത്രയാണ്? 24 എക്സിന്റെ വില 2 രൂപയാണ്. അപ്പൊ 2 × 2 4, വൈയുടെ വില 3, അപ്പൊ 3 × 3 9. അപ്പൊ ടോട്ടല് 13 രൂപയാണ് അയാൾ സ്പെൻഡ് ചെയ്തത്. പക്ഷെ അയാൾക്ക് എത്ര രൂപയുണ്ട്? ആകെ 24 ഉണ്ട്. അപ്പൊ അതിനർത്ഥം ഇയാൾ ഇവിടെ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അയാളുടെ ഇൻകം അയാൾ തുല്യമായിട്ട് അവിടെ കൺസ്യൂം ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഇങ്ങനെ ഈക്വിറ്റി ചെയ്യരുത്. കാരണം എക്സിന്റെയും വൈയുടെയും പ്രൈസ് ഡിഫറെന്റ് ആണ്. ഇഫ് പ്രൈസ് രണ്ടും ഈക്വൽ ആയിരുന്നെങ്കിൽ, ഇപ്പോ 2 2 എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഈക്വേറ്റ് ചെയ്ത് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ ഇവിടെ പ്രൈസ് ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും എം യുകളെ തമ്മിൽ ഈക്വേറ്റ് ചെയ്യരുത്. മറിച്ച് നമ്മൾ ഇവിടെ നോക്കേണ്ടത് എം യു എക്സ് ബൈ പി എക്സ് ഇസ് ഈക്വൽ ടു എം യു വൈ ബൈ പി വൈ. അതായത് ഈ ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് he will equate the marginal utility of last rupee spent on these goods, marginal utility of money expenditure, അയാള് ചെലവാക്കുന്ന പൈസയുടെ മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഇവിടെ നമ്മൾ ഈക്വേറ്റ് ചെയ്യുക. അതായത് എം യു എക്സ് ബൈ പി എക്സ് ഇസ് ഈക്വൽ ടു എം യു വൈ ബൈ പി വൈ. നമ്മൾ ഈ എക്സിനെ ഇതിന്റെ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ എക്സിന്റെ വില 2 രൂപയാണ്. അപ്പോ ഇവിടെ ഓരോ എം യു എക്സിനെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ വൈയുടെ പ്രൈസ് 3. അപ്പൊ നമ്മൾ ഇവിടെ ഓരോ എം യു വൈനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇത് രണ്ടും കൂടെ ഈക്വേറ്റ് ആവുന്ന പോയിന്റ് ഉണ്ടോ എന്ന് നോക്കുക. ലാസ്റ്റ് റുപ്പീസ് സ്പെൻഡ് ഓൺ ഈച്ച് ഗുഡ് ആണ്. അതായത് ഇവിടെ അവസാനത്തെ പൈസ കയ്യിലുള്ള അയാളുടെ അവസാനത്തെ പൈസ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈക്വേറ്റ് ആവുന്ന പോയിന്റ്സ് ഒരുപാടുണ്ട് അല്ലെ? 8ഉം 8ഉം ഈക്വേറ്റ് ആവുന്നുണ്ട്, 7ഉം 7ഉം ഈക്വേറ്റ് ആവുന്നുണ്ട്, 6ഉം 6ഉം ഈക്വേറ്റ് ആവുന്നുണ്ട്, 5ഉം 5ഉം ഈക്വേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ 4ഓളം പോയിന്റുകളിൽ ഇത് ഈക്വേറ്റ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യത്തേത് എടുക്കാം. ആദ്യത്തെ എന്ന് വെച്ചാൽ ഈ 8ഉം 8ഉം ഈക്വേറ്റ് ആവുന്നിടത്ത് എക്സ് എത്രയാണ് വാങ്ങിക്കുന്നത്? 2 യൂണിറ്റ് ആണ്, 3 യൂണിറ്റ് ആണ് എക്സ് വാങ്ങിക്കുന്നത്. വൈ വാങ്ങിക്കുന്നത് എത്ര യൂണിറ്റ് ആണ്? 1 യൂണിറ്റ് വൈ ആണ് വാങ്ങിക്കുക. അപ്പൊ വൈയുടെ വില 3 രൂപയാണ്, എക്സിന്റെ വില 2 രൂപയാണ്. അപ്പോ 6 + 3 9 രൂപയെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് റുപ്പി സ്പെൻഡ് ഓൺ ഈച്ച് ഗുഡ് ഈക്വൽ എന്ന് പറയാനായിട്ട് പറ്റില്ല. ലാസ്റ്റ് റുപ്പി അല്ല ഇവിടെ സ്പെൻഡ് ചെയ്തേക്കുന്നത്, 9 രൂപയെ ആകെ ആകുന്നുള്ളൂ. ഇനിയും അയാളുടെ കയ്യിൽ പൈസ കിടപ്പുണ്ട്. അപ്പൊ ഇത് റോങ് ആണ്. ഇനി അടുത്തത് നോക്കുക. അടുത്തതിൽ എങ്ങനെയാണ്?
എക്സ് 4 യൂണിറ്റ് എക്സും 7 7 വരുന്നത് 2 യൂണിറ്റ് വൈയുമാണ്. അപ്പൊ 2 രൂപയാണ് എക്സിന്, വൈക്ക് 3 രൂപയാണ്. അപ്പൊ 8 + 6 14 14 രൂപയല്ല, അയാളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 24 രൂപയുണ്ട്. അപ്പൊ ഇതും തെറ്റാണ്, കാരണം ലാസ്റ്റ് റുപ്പി അല്ല. ഇതിലും തെറ്റെന്നല്ല, ഇയാൾക്ക് ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഇനിയും കൺസ്യൂം ചെയ്യാം. ഇനി അടുത്തൊരു പോയിന്റ് 6 6 വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ 5 എക്സും വാങ്ങിക്കുന്നുണ്ട്, വൈ എത്ര എണ്ണം വാങ്ങിക്കുന്നുണ്ട്? 3 വൈയും വാങ്ങിക്കുന്നുണ്ട്. അപ്പോ 10 + 9 19. വൈക്ക് 3 രൂപയാണ്, എക്സിന് 2 രൂപയാണ്. അപ്പൊ 10 + 9 19. അപ്പൊ ഇതും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം 24 രൂപ കയ്യിലുണ്ട്. ഇനി അടുത്തത് എത്രയാണ്? 5 വരുന്നുണ്ട് രണ്ടിടത്തും. അപ്പൊ അവിടെ എക്സ് എത്ര യൂണിറ്റ് ആണ്? 6 യൂണിറ്റ് എക്സും 4 യൂണിറ്റ് വൈയുമാണ്. അപ്പോ 6 × 2 12 + 4 × 3 12 = 24. അപ്പൊ ഇവിടെ ലാസ്റ്റ് റുപ്പി സ്പെൻഡ് ആയിട്ടുണ്ട്. ലാസ്റ്റ് റുപ്പിയും സ്പെൻഡ് ആയി. ആ ലാസ്റ്റ് റുപ്പി സ്പെൻഡ് ആയത് എപ്പോഴാണ്? എക്സ് 6 യൂണിറ്റും വാങ്ങിച്ചു, വൈ 4 യൂണിറ്റും വാങ്ങിച്ചു. അപ്പൊ ഇവിടെയാണ് ഒരു കൺസ്യൂമർ അയാളുടെ കൺസംഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്, കാരണം ഇനി അയാളുടെ പൈസ ഇല്ല. ലാസ്റ്റ് റുപ്പി സ്പെൻഡ് ഓൺ ഈച്ച് ഗുഡ് ഇസ് യൂട്ടിലിറ്റി derived from the last rupee spent on each good is equal. അപ്പൊ ഇവിടെയാണ് ഇയാളുടെ കൺസംഷൻ സ്റ്റോപ്പ് ചെയ്യുക. ഇതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഈക്വ മാർജിനൽ യൂട്ടിലിറ്റി. എ കൺസ്യൂമർ വിൽ distribute his money income in such a way that the marginal utility of last rupee spent on each good should be equal. ഒന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എവിടെ മനസ്സിലാകാത്തത് ഏത് പോർഷൻ ആണെന്ന് വെച്ചാൽ അത് നമുക്ക് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പറയാലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഒന്നും കൂടെ പറയാം. അപ്പോ കുറച്ചുകൂടെ മനസ്സിലാവാത്തവർക്കും കൂടെ ഒന്നും കൂടെ മനസ്സിലാവട്ടെ. മനസ്സിലായവര് ഒന്നുകൂടെ ക്ലിയർ ആക്കിക്കോളൂ. കോൺസെപ്റ്റ് തരാവോ? അപ്പൊ ഓക്കെ, നമ്മൾ പറഞ്ഞു MUX/PX ആണ് നമ്മൾ എടുക്കുക. MUX എന്ന് പറഞ്ഞാൽ ആ കമോഡിറ്റിയിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ആ കമോഡിറ്റിയുടെ പ്രൈസ്. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന്റെ പ്രൈസ് എത്രയാ നമ്മൾ പറഞ്ഞത്? 2 രൂപ. വൈയുടെ പ്രൈസ് നമ്മൾ പറഞ്ഞത് 3 രൂപ. അപ്പൊ നമ്മൾ ഇവിടെ ടേബിളിൽ കണ്ടിരുന്നു MUX ആദ്യം തന്നിട്ടുണ്ട്. അപ്പൊ അത് ഡിവൈഡ് ചെയ്തതാണ് താഴെ നമുക്ക് കാണുന്നത്. അപ്പൊ ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് കമോഡിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ കമോഡിറ്റി, അത് തമ്മിൽ ഡിവൈഡ് ചെയ്തേക്കുന്നതാണ് നമുക്ക് തന്നേക്കുന്നത്. ഇപ്പൊ ഇയാളുടെ ഇൻകം എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 24 രൂപ. ഈ 24 രൂപ അയാൾ എന്ത് ചെയ്യും? ഹി വിൽ ഡിസ്ട്രിബ്യൂട്ട് ബിറ്റ്വീൻ ദീസ് ടു കമോഡിറ്റി. അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം ലാസ്റ്റ് റുപ്പീ സ്പെൻഡ് ഓൺ ഈച്ച് ഗുഡ് ഷുഡ് ബി ഈക്വൽ. അതായത് അയാളുടെ മണി എക്സ്പെൻഡിച്ചറിൽ നിന്നുള്ള മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ആയിരിക്കണം. അതിന്റെ ഈക്വേഷൻ ആണ് MUX/PX = MUY/PY. അയാള് മണി എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ മണി എക്സ്പെൻഡിച്ചറിന്റെ യൂട്ടിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ ഈ കമ്മോഡിറ്റിയുടെ യൂട്ടിലിറ്റി അല്ല, മാർജിനൽ യൂട്ടിലിറ്റി അല്ല നോക്കുന്നത്. അപ്പൊ മണി എക്സ്പെൻഡിച്ചറിന്റെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ PX എന്നുള്ളതാണ്. അപ്പൊ അത് രണ്ടും കൂടെ ഈക്വേറ്റ് ആവണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കുറെ അധികം പോയിന്റുകളിൽ അത് ഈക്വൽ ആണ്, അല്ലെ?
4 സ്ഥലങ്ങളിൽ ഇത് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ഇതിൽ ഏതിലാണ് അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് അപ്പൊ നമ്മൾ എങ്ങനെ പറയും? 4 സ്ഥലത്തും ഈക്വൽ ആണ്. 4 പോയിന്റുകളിൽ MUX/PX is equal to MUY/P ആണ്. അപ്പൊ അതിൽ ആദ്യത്തെ സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. അപ്പൊ അവിടെ എത്ര യൂണിറ്റ് എക്സ് ആണ്? 3 യൂണിറ്റ് എക്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 3 യൂണിറ്റ് എക്സ് വാങ്ങിച്ചു, പ്ലസ് വൈ എത്ര യൂണിറ്റ് ആണ് വാങ്ങിച്ചേക്കുന്നത്? 2 യൂണിറ്റ് വൈ ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ എക്സിന്റെ വില എത്രയാ? 2 രൂപ, വൈയുടെ വില 3 രൂപ. അപ്പൊ എത്ര കിട്ടി? 6 + 6 12 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം എത്രയാണ്? 24 ആണ്. ഇപ്പൊ 12 എന്ന് പറയുമ്പോൾ അയാളുടെ ഇൻകം മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല, ഇനിയും ഉണ്ട്. അപ്പൊ അയാൾക്ക് ഇനിയും സ്പെൻഡ് ചെയ്യാനുണ്ട്. സോ ഹി വിൽ നോട്ട് സ്റ്റോപ്പ് ഹിസ് കൺസംഷൻ ഹിയർ. ഇനിയും മേടിക്കുക. അപ്പൊ ഇതല്ല പോയിന്റ്. ഇനി രണ്ടാമത്തെ നോക്കിയേ, 7 അല്ലേ? എന്തോ 3x + 2y അതെവിടുന്നാ? 3x-ഉം 2y-യും. അതെവിടുന്നാ വന്നേ? 3x ഇവിടെ എക്സ് എത്ര? എക്സും ഈ MUX/PX is equal to MUY/PY എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഈ രണ്ടും ഈക്വൽ ആവുന്ന പോയിന്റ് MUX/PX should be equal to MUY/PY എന്ന് നമ്മൾ പറഞ്ഞു. അത് മനസ്സിലായോ? ഈ 3x + 2y കിട്ടിയതാ ഞാൻ ചോദിച്ചേ. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? ഈ ഈക്വേഷൻ മനസ്സിലായോ? ഓക്കെ. ഇനി ഈ MUX/PY ഈക്വൽ ആവണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആവുന്ന കുറെ അധികം പോയിന്റുകൾ ഇല്ലേ? അതെ. ഓക്കെ. ഇതില് 8 എന്ന് പറഞ്ഞ പോയിന്റില് എക്സ് എത്ര എണ്ണ വാങ്ങിക്കുന്നേ? 3. അതാണ് 3x. പ്ലസ് y എത്രയാ വാങ്ങിക്കുന്നേ? y 6 ആണോ വാങ്ങിക്കുന്നേ? y 2y അല്ല 1y ആണ്. y എത്ര എണ്ണോ വാങ്ങിക്കുന്നേ? ഈ 8-ലെ വൈയുടെ വാല്യൂ എത്രയാന്ന് കണ്ടോ? ഇല്ല. വൈയുടെ വാല്യൂ 1. ഒരു വൈ അല്ലേ വാങ്ങിക്കുന്നേ? 8 ആകുന്നത് വൈക്ക് എത്ര വരുമ്പോഴാ? അത് മനസ്സിലാകുന്നു. വൈയുടെ വില എന്നല്ല, വൈ ഇത് തന്നേക്കുന്നത് ക്വാണ്ടിറ്റി ആണ്. 1 2 3 4 5 6 എന്നുള്ളത് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇവിടെ ഈ 8 8 എന്ന് പറയുന്ന രണ്ട് വാല്യൂ ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. MUX/PX is equal to MUY/PY. അപ്പൊ ഇത് 8 8 ഈക്വൽ ആണ്. ഒരേ നമ്പർ ആണ്. ഈ ഒരേ നമ്പർ വരുന്നത് 8, ഈ എക്സിന്റെ അവിടെ 8 വരുന്നത് എത്ര എണ്ണം മേടിക്കുമ്പോഴാ? y1. മനസ്സിലായോ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 2 വന്നു, അത് തെറ്റാണ്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ 9 ഇവിടെ കിട്ടണേ കേട്ടോ. ഞാൻ 2 എന്നാണ് ആദ്യം എഴുതിയത്. ഓക്കെ. അപ്പൊ ഇവിടെ 9 രൂപ അയാൾക്ക് ആകുന്നുള്ളൂ. പക്ഷെ അയാളുടെ കയ്യിൽ ഇനിയും പൈസയുണ്ട്. സോ ദാറ്റ് ഹി വിൽ നോട്ട് സ്റ്റോപ്പ് ഹിസ് കൺസംഷൻ ദർ. ഇനി രണ്ടാമത്, ഇനി 7ഉം 7ഉം വരുന്ന രണ്ട് വാല്യൂ, 7ഉം 7ഉം ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എക്സ് എത്രയാ വാങ്ങിക്കുന്നേ? 4x-ഉം വാങ്ങിക്കുന്നുണ്ട്, y 2ഉം വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ 4 × 2, എക്സിന്റെ വില 2 രൂപയാണ്, വൈയുടെ വില 3 രൂപയാണ്. സോ 8 + 6 എത്രയാണ്? 14. അപ്പോഴും 24 ആയിട്ടില്ല. അയാൾക്ക് ഇനിയും പൈസ കയ്യിലുണ്ട്. സോ ഇവിടെ ഇയാള് കൺസംഷൻ സ്റ്റോപ്പ് ചെയ്യില്ല. ഇനി
മൂന്നാമത് 6 ഈക്വൽ ആയി വരുന്നുണ്ട്. 6 ഈക്വൽ ആയി വരുമ്പോ എക്സ് എത്ര എണ്ണം വാങ്ങിക്കുന്നേ? 5 എക്സും വാങ്ങിക്കുന്നുണ്ട്. വൈ എത്ര എണ്ണം വാങ്ങിക്കുന്നുണ്ട്? 4 വൈയും വാങ്ങിക്കുന്നുണ്ട്. വൈ 3 അല്ലേ? 3 മാം. സോറി 3 3 വൈയും മേടിക്കുന്നുണ്ട്. അപ്പൊ എത്ര കിട്ടും? 5 × 2 പ്ലസ് 3 × 3 15 പ്ലസ് 10 പ്ലസ് 19. ഓക്കെ, അപ്പോഴും 24 രൂപ കയ്യിലുണ്ടേ. ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് അയാൾക്ക് നഷ്ടമാണ് കൺസംഷൻ. അപ്പൊ ഇയാള് വീണ്ടും വാങ്ങിക്കും. അപ്പൊ ഇനി 5ഉം 5ഉം വരുന്നുണ്ട്. അവിടെ എത്രയാണ്? 6x. എക്സ് 6ഉം വൈ എത്രയാ? 4. അപ്പോ 6 × 2 പ്ലസ് 4 × 3 is equal to 24. yes 12 plus 12 is equal to 24. ഇവിടെ അയാളുടെ ഇൻകം എത്രയാണ്? 24 ആണ്. ഇയാൾക്ക് ഇവിടെ 24 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അയാൾക്ക് എത്ര കമോഡിറ്റി എക്സ് കിട്ടുന്നുണ്ട്? 6 എക്സും കിട്ടുന്നുണ്ട്, 4 വൈയും കിട്ടുന്നുണ്ട്. ആ ഒരു പോയിന്റില് MUX/PX MUY/PY ആയിട്ട് ഈക്വലും ആണ്. അയാളുടെ ഫുൾ പൈസയും ചെലവാവുന്നുണ്ട്. ദാറ്റ് മീൻസ് ലാസ്റ്റ് മാർജിനൽ യൂട്ടിലിറ്റി ദാറ്റ് ഹി ഗെറ്റ്സ് ഫ്രം ലാസ്റ്റ് റുപ്പീ സ്പെൻഡ് ഓൺ ഈച്ച് കമോഡിറ്റി ഇസ് ഈക്വൽ. ഈ തിയറിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഈക്വൽ മാർജിനൽ യൂട്ടിലിറ്റി. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഡൗട്ട് ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ബുഹൈസ ആയിരുന്നു എന്ന് തോന്നുന്നു ചോദിച്ചത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ. ഇതിന്റെ ഗ്രാഫ് ഒക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എക്സ്ട്രാ റീഡിങ് വേണ്ട ആൾക്കാരും വായിച്ച് കുറച്ചുകൂടെ മനസ്സിലാവണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ അറിവ് വേണം എന്നുള്ളവർക്ക് യു ക്യാൻ റീഡ് ദാറ്റ് ടു. ഇനി കൺസ്യൂമർ ഈക്വിലിബ്രിയം. നമുക്ക് കൺസ്യൂമർ ഈക്വിലിബ്രിയം പലതരത്തിൽ പറയുന്നുണ്ട്. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി വെച്ചിട്ടും നമ്മൾ കൺസ്യൂമർ ഈക്വിലിബ്രിയം പറയും, ഓർഡിനൽ യൂട്ടിലിറ്റി വെച്ചിട്ടും കൺസ്യൂമർ ഈക്വിലിബ്രിയം പറയും. അപ്പോ കാർഡിനൽ യൂട്ടിലിറ്റി, അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഓർഡിനൽ യൂട്ടിലിറ്റി പറയുമ്പോൾ അവിടെയും ഒരു കൺസ്യൂമർ ഈക്വിലിബ്രിയം ഉണ്ട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. കാരണം കാർഡിനൽ യൂട്ടിലിറ്റി വെച്ചിട്ടും നമ്മൾ പറയുന്നുണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി വെച്ചിട്ടും നമ്മൾ പറയുന്നുണ്ട്. അപ്പോ കാർഡിനൽ യൂട്ടിലിറ്റി വെച്ചിട്ട് നമ്മൾ പറയുന്ന തിയറി എന്ന് പറയുന്നത്, ഇപ്പോ കാർഡിനൽ യൂട്ടിലിറ്റി വെച്ച് നമ്മൾ പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഈക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. മാർജിനൽ യൂട്ടിലിറ്റി ഷുഡ് ബി ഈക്വൽ ടു ദ പ്രൈസ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 2 കേസായിട്ടാണ് പറയുന്നത്. സിംഗിൾ കമോഡിറ്റിയുടെ കാര്യത്തിൽ, അതായത് ഒരു കൺസ്യൂമർ ഒരു കമോഡിറ്റിയെ വാങ്ങിക്കുന്നുള്ളൂവെങ്കിൽ, പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല. എപ്പോഴും കൺസ്യൂമർ മോർ ദാൻ 1 കമോഡിറ്റി വാങ്ങിക്കുന്നുണ്ട്. നമ്മളിപ്പോ ആദ്യം പറയുന്നത് ഒരു കമോഡിറ്റി വാങ്ങിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ്. അപ്പൊ ഒരു കമോഡിറ്റിയെ ഒരു കൺസ്യൂമർ വാങ്ങിക്കുന്നുള്ളൂവെങ്കിൽ ഹിസ് ഈക്വിലിബ്രിയം വിൽ ബി അറ്റ് ദ പോയിന്റ് വേർ marginal utility from that commodity is equal to the price of that commodity. അയാളുടെ ആ കമോഡിറ്റിയിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസുമായിട്ട് ഈക്വൽ ആവുന്ന പോയിന്റിലായിരിക്കും കൺസ്യൂമറിന്റെ ഈക്വിലിബ്രിയം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത് എന്താണ്? കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പ്രകാരം കൺസ്യൂമർ ഈക്വിലിബ്രിയം ഫോർ എ സിംഗിൾ കമോഡിറ്റി അറ്റ് ദ പോയിന്റ് വേർ, എവിടെയായിരിക്കും കൺസ്യൂമേഴ്സ്, ഏത് പോയിന്റിലായിരിക്കും കൺസ്യൂമർ ഈക്വിലിബ്രിയം, അല്ലെങ്കിൽ കൺസ്യൂമർ ഈക്വിലിബ്രിയം കാർഡിനൽ യൂട്ടിലിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം സിംഗിൾ കമോഡിറ്റിയുടെ കാര്യത്തിൽ ഏത് പോയിന്റിലായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് എക്സ്. ആ കമോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസുമായിട്ട് ഈക്വൽ ആവുന്നത് ഏത് പോയിന്റിലാണോ ആ പോയിന്റിലായിരിക്കും കൺസ്യൂമറിന്റെ ഈക്വിലിബ്രിയം. അതായത് കൺസ്യൂമർ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഇയാൾ കൺസംഷൻ നിർത്തും. അതാണ് അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കുറവും അല്ല കൂടുതലും അല്ല, അയാൾക്ക് ഒരു സാറ്റുറേഷൻ പോയിന്റ്, നമ്മൾ എക്കണോമിക്സിൽ പറയുന്ന ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതിനെയാണ് നമ്മൾ ഈക്വിലിബ്രിയം എന്ന് പറയുക. അവിടെ നിന്നൊരു ചേഞ്ച്, ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു ബാലൻസ് ആണ്. അവിടെ നിന്നൊരു ചേഞ്ച് ആരും ആഗ്രഹിക്കില്ല. അപ്പൊ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് MUX is equal to പ്രൈസ് എന്നൊരു പോയിന്റ് ആണ്.
ഇവിടെ നോക്കുക, നമ്മള് എക്സ് എന്ന് പറഞ്ഞൊരു കമോഡിറ്റി വാങ്ങിക്കുകയാണ്. 1 യൂണിറ്റ് വാങ്ങിക്കാം, 2 യൂണിറ്റ് വാങ്ങിക്കാം, 3 യൂണിറ്റ് വാങ്ങിക്കാം, 4 വാങ്ങിക്കാം, 5 വാങ്ങിക്കാം, 6 വാങ്ങിക്കാം. അപ്പൊ ഇവിടെ 10 പ്രൈസ്. എത്ര യൂണിറ്റ് വാങ്ങിച്ചാലും അയാൾ എത്ര രൂപ കൊടുത്താൽ മതി? 10 രൂപയാണ് പെർ യൂണിറ്റിന്റെ പ്രൈസ്. 10 മാർജിനൽ യൂട്ടിലിറ്റി ആണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ആദ്യത്തെ യൂണിറ്റ് വാങ്ങിക്കുമ്പോൾ 20, രണ്ടാമത്തെ യൂണിറ്റ് വാങ്ങിക്കുമ്പോൾ 16, മൂന്നാമത്തെ വാങ്ങിക്കുമ്പോൾ 10, അങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കൺസ്യൂമറിന്റെ ഈക്വിലിബ്രിയം എവിടെയായിരിക്കും? ഈ ഒരു പോയിന്റിലായിരിക്കും. കൺസ്യൂമറിന്റെ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് പ്രൈസ് മാർജിനൽ യൂട്ടിലിറ്റിയും ഈക്വൽ ആവുന്ന പോയിന്റിലായിരിക്കും. എന്തുകൊണ്ട് ഇവിടെ അയാൾക്ക് ഈക്വിലിബ്രിയം വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി കൂടുതലാണ്. അതായത് ഇയാള് ചെലവാക്കുന്ന പൈസയേക്കാൾ കൂടുതൽ ഇയാൾക്ക് എന്തുണ്ട്? മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്. അപ്പൊ ഇയാൾ അവിടെ കൺസംഷൻ സ്റ്റോപ്പ് ചെയ്യില്ല. ഹി വിൽ കണ്ടിന്യൂ ദ കൺസംഷൻ. അപ്പൊ ആദ്യത്തേൽ അയാൾക്ക് 20 MU ഉണ്ട്, പക്ഷെ ഇയാൾ 10 ചെലവാക്കുന്നുള്ളൂ. 10 ചെലവാക്കിയപ്പോ അയാൾക്ക് മാർജിനൽ യൂട്ടിലിറ്റി 20 കിട്ടുന്നുണ്ട്. അതായത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ അയാള് സ്റ്റോപ്പ് ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്തതും കൂടെ വാങ്ങിക്കാം എന്നൊരു മൈൻഡ് സെറ്റ് വരും. ഇപ്പൊ രണ്ടാമത്തെ വാങ്ങിക്കുമ്പോഴും അയാൾക്ക് പ്രൈസിനേക്കാൾ കൂടുതൽ, അപ്പൊ ഇയാൾക്ക് ബെനിഫിറ്റ് ആണ് കൂടുതൽ, അല്ലെ? ബെനിഫിറ്റ് ഇസ് ഗ്രേറ്റ്. ഇത് ശരിക്കും എന്താണ്? കോസ്റ്റ് ആണ്. പ്രൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും കോസ്റ്റ് ആണ്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ബെനിഫിറ്റ് ആണ്. അപ്പൊ ഇവിടെ ബെനിഫിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ആണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഹി വിൽ കണ്ടിന്യൂ ദ കൺസംഷൻ. പക്ഷെ ഇവിടെ എത്തുമ്പോ എന്ത് സംഭവിക്കും? കോസ്റ്റും ബെനിഫിറ്റും ഈക്വൽ ആവുകയാണ്. ഇനി സപ്പോസ് ഇയാൾ പിന്നെ താഴോട്ട് പോയാലോ? ബെനിഫിറ്റ് കുറയാണ്, പക്ഷെ കോസ്റ്റ് കൂടുതലാ. പ്രൈസ് അയാൾ കൊടുത്തിട്ടും 10 രൂപ കൊടുത്തിട്ട് അയാൾക്ക് 4 യൂട്ടിലിറ്റിയെ കിട്ടുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അയാള് കൺസ്യൂം ചെയ്യില്ല. അയാളുടെ കൺസംഷൻ ഡിക്രീസ് ചെയ്യുക ചെയ്യുള്ളൂ. ഇതില് വേണമെങ്കിൽ എന്തെങ്കിലും കൺസ്യൂം ചെയ്യാം എന്ന് വിചാരിക്കാം. പക്ഷെ പിന്നെ പോകുമ്പോ എന്താണ്? അയാൾക്ക് യൂട്ടിലിറ്റി ഇല്ല, നെഗറ്റീവ് യൂട്ടിലിറ്റി ആണ്. അവിടെയൊക്കെ നോ കൺസംഷൻ ആണ്. സോ നമ്മുടെ കൺസ്യൂമർ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും? കോസ്റ്റും ബെനിഫിറ്റും ഈക്വൽ ആവുന്ന ഒരു പോയിന്റ്. അതായത് പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു ദ മാർജിനൽ യൂട്ടിലിറ്റി. പ്രൈസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു MU ഓഫ് എക്സ്. മനസ്സിലായോ? യെസ് മാം. ഓക്കെ, ഇവിടെ ഈ ഗ്രാഫിൽ അതാ കാണിച്ചേക്കുന്നത്. ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് പ്രൈസ് ആണ്. പ്രൈസ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞല്ലോ. എല്ലാ യൂണിറ്റ്സ് മേടിക്കുമ്പോഴും പ്രൈസ് സെയിം ആണ്. മാർജിനൽ യൂട്ടിലിറ്റി താഴോട്ടാണ് നമ്മൾ പറഞ്ഞ നെഗറ്റീവ് ആയിരിക്കും. ഇത് രണ്ടും കൂടെ ഈക്വൽ ആവുന്ന പോയിന്റ്, അതാണ് കൺസ്യൂമർ ഈക്വിലിബ്രിയം വേർ MUX is equal to PX. ഇനി കൺസ്യൂമർ ഈക്വിലിബ്രിയം 2 കമോഡിറ്റിയുടെ കാര്യത്തിൽ എന്തായിരിക്കും? നമ്മൾ ഒന്നിന്റെ കാര്യമാണ് പറഞ്ഞ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒന്നിൽ കൂടുതലാണെങ്കിൽ ഇവിടെ അപ്ലൈ ആവുന്നത് എന്താണ്? ലോ ഓഫ് ഈക്വ മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ പറഞ്ഞ ലോ ഓഫ് ഈക്വ മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഇവിടെ അപ്ലൈ ആവുന്നത്. അതായത് MUX by PX is equal to MUY by PY. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിലോ? MUZ by PZ. അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്രയും കമോഡിറ്റിയുടെ MU ഡിവൈഡഡ് ബൈ P എന്നുള്ളത് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഈക്വൽ ആവുന്ന ഒരു പോയിന്റിലായിരിക്കും അയാളുടെ ഈക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുക. അപ്പൊ ഇവിടെ 2 കമോഡിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഏത് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്? ലോ ഓഫ് ഈക്വ മാർജിനൽ യൂട്ടിലിറ്റി. അതായത് ലാസ്റ്റ് റുപ്പീസ് സ്പെൻഡ് ഓൺ ഈച്ച് കമോഡിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം ലാസ്റ്റ് റുപ്പീസ് സ്പെൻഡ് ഓൺ ഈച്ച് കമോഡിറ്റി ഷുഡ് ബി ഈക്വൽ. n നമ്പർ ഓഫ് കമോഡിറ്റി ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് കമോഡിറ്റിയുടെയും MU ബൈ P ഈക്വൽ ആയിരിക്കണം. മനസ്സിലായോ? ഇതാണ്. അപ്പോ സിംഗിൾ കമോഡിറ്റിയുടെ കാര്യത്തിൽ എന്താണ് ഇക്വേഷൻ? MUX is equal to PX. ഇതാണ് ഇക്വേഷൻ. മോർ ദാൻ 2 കമോഡിറ്റിയുടെ കാര്യത്തിൽ ഇതാണ് ഇക്വേഷൻ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റിയിലുള്ളത്. അപ്പൊ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് മെഷറബിൾ ആണ്. അപ്പോ
റാഷണൽ ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആണ്. സോ വി ക്യാൻ മെഷർ ദ യൂട്ടിലിറ്റി എന്നാണ്. അത് നമുക്ക് എത്രയാണെന്ന് യൂട്ടിൽസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ വെയിറ്റ് കിലോഗ്രാമിലോ ഹൈറ്റിലോ സെന്റിമീറ്ററിലോ മീറ്ററിലോ ഇഞ്ചിലോ ഒക്കെ പറയുന്നത് പോലെ നമുക്ക് എന്ത് പറയാം, യൂട്ടിൽസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റില് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി, ഒരു കമോഡിറ്റിയുടെ ഒരു സാറ്റിസ്ഫൈങ് പവർ, അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റിക്കാർ പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് രണ്ട് തിയറി നമ്മൾ പറയുക. രണ്ടും ഹ്യൂമൻ ബിഹേവിയറിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി കൺസ്യൂം more and more unit of a same commodity, the marginal utility that we derive from each commodity is decreasing, ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ലോ ഓഫ് ഈക്വൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ അയാളുടെ മണി ഇൻകം സ്പെൻഡിങ് ഇൻ സച്ച് എ വേ ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം ലാസ്റ്റ് റുപ്പീസ് സ്പെൻഡ് ഓൺ ഈച്ച് കമോഡിറ്റി ഷുഡ് ബി ഈക്വൽ. ആൻഡ് അതുപോലെ തന്നെ കാർഡിനൽ യൂട്ടിലിറ്റിക്കാരെ കൺസ്യൂമർ ഈക്വിലിബ്രിയവും പറയുന്നുണ്ട്. കൺസ്യൂമർ ഈക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ സിംഗിൾ കമോഡിറ്റിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റിയും പ്രൈസും ഈക്വേറ്റ് ആവുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ കൺസ്യൂമർ ഈക്വിലിബ്രിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. രണ്ട് കമോഡിറ്റിയുടെ കാര്യമാകുമ്പോൾ അവിടെ അപ്ലൈ ആവുന്നത് ലോ ഓഫ് ഈക്വൽ മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ക്ലിയർ ആണോ?